Videoline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബ്രിട്ടീഷുകാരുടെ പല ഇഷ്ടഭക്ഷണങ്ങളും ഹൃദയാഘാത സാധ്യത കൂട്ടും. ഇഷ്ടഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കൂടുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് വിദഗ്ധർ. സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ട് ചാരിറ്റി ബ്ലഡ് പ്രഷർ UK. ബ്രിട്ടീഷുകാരുടെ പല ഇഷ്ടഭക്ഷണങ്ങളും ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഹാം, ബേക്കൺ, ചീസ് എന്നിവ കുറയ്ക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഭക്ഷണത്തിൽ ഉപ്പ് കഴിക്കുന്നതും കുറയ്ക്കണം. ഉപ്പ് കൂടുതൽ കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകും. ജീവിതശൈലിയോട് ബന്ധപ്പെട്ട ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. 4 മില്യൺ ബ്രിട്ടീഷുകാരാണ് ഉയർന്ന രക്തസമ്മർദ്ദം മൂലമുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താനാകാത്തത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നത്. ബ്ലഡ് പ്രഷറിനെയും ഹൃദയാരോഗ്യത്തെയും സംബന്ധിച്ച് ഈ സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടത് ചാരിറ്റി ബ്ലഡ് പ്രഷർ UK ആണ്. അമിതമായ രക്തസമ്മർദ്ദമുള്ള രോഗികളെ നേരത്തെ കണ്ടെത്താനാവാത്തത് ഒരു വെല്ലുവിളിയാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അറിയിച്ചു. രക്തസമ്മർദ്ദം കൂടിയവർക്ക് വ്യക്തമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതാണ് അറിയപ്പെടാതിരിക്കുവാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആരെയെങ്കിലും ഒരു പരിശോധനയ്ക്ക് വിധേയനാക്കുകയോ ഹൃദയാഘാതം പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്തില്ലെങ്കിൽ ഇത് പലപ്പോഴും കണ്ടെത്താനാകാതെ വരുന്നു. കേരളത്തിൽ നിന്നടക്കമുള്ള വിദേശ വിദ്യാർത്ഥികളെ കെയർ വിസകൾ നൽകാമെന്ന് പറഞ്ഞു പറ്റിക്കുന്ന സംഘങ്ങൾ UKയിൽ സജീവമാകുന്നു. തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് BBC. UKയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ വിസ തട്ടിപ്പുകാർ കബളിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ചൂഷണത്തിനിരയായത്. UKയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ ജോലി സംഘടിപ്പിച്ചു കൊടുക്കുമെന്ന തരത്തിലാണ് തട്ടിപ്പുകാർ വാഗ്ദാനം നൽകുന്നത്. സൗജന്യമായി ലഭിക്കുന്ന സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾക്കായി ഏജൻസികൾ 17,000 പൗണ്ട് വരെയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കിയിരുന്നത്. BBC ആണ് തട്ടിപ്പിന്റെ വിശദമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. തൈമർ റാസ എന്നൊരാൾ 141 വിസകൾ വിറ്റതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. അതിൽ മിക്കതും സൗജന്യമായി നൽകേണ്ടവയാണ്. ഇത്തരത്തിൽ ഇയാൾ തട്ടിയെടുത്തത് ഏകദേശം 1.4 മില്യൺ പൗണ്ടാണ്. വെസ്റ്റ് മിഡ്ലാൻഡിൽ നിന്നും വൻതോതിൽ ഓഫീസ് വാടകയ്ക്കെടുത്തും ജീവനക്കാരെ നിയമിച്ചുമാണ് ഇയാൾ തട്ടിപ്പുകാർക്ക് നേതൃത്വം നൽകിയത്. നിരവധി വിദ്യാർത്ഥികൾക്കാണ് കെയർ ഹോമുകളിലും സ്പോൺസർഷിപ്പ് ജോലികൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്ത് ബ്രിട്ടൻ. 350 ലൈസൻസുകളിൽ 30 സസ്പെൻഡ് ചെയ്തു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ ഇസ്രായേൽ ലംഘിക്കുന്നുവെന്ന ആശങ്ക കാരണമാണ് നടപടിയെന്ന് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി അറിയിച്ചു. ആയുധ ഉപരോധമല്ല ഈ നടപടിയെന്ന് ഡേവിഡ് ലാമി വ്യക്തമാക്കി. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടിയെന്നും UK വിദേശകാര്യമന്ത്രി പറഞ്ഞു. സുരക്ഷയ്ക്കായി ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കേണ്ടതുണ്ട്. അത് തിരിച്ചറിയുന്നതായി ലമ്മി പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ അവലംബിക്കുന്ന രീതികളെക്കുറിച്ചും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാകുന്നതിനെ കുറിച്ചുമുള്ള റിപ്പോർട്ടുകളിൽ ആശങ്കയുണ്ടെന്ന് UK വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ജൂലൈയിൽ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ബ്രിട്ടന്റെ സഖ്യകക്ഷിയായ ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പന അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. നാട്ടിലെ വാർത്തകൾ. ഛത്തീസ്ഗഡിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടൽ. 9 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിലെ ബാസ്തർ മേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 9 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ദന്തേവാഡ, ബിജാപൂർ ജില്ലകളിൽ അതിർത്തിയിലുള്ള വനത്തിൽ നിന്ന് ഇന്ന് രാവിലെയായിരുന്നു സുരക്ഷാ സേനയുടെ സംയുക്ത സംഘം ഓപ്പറേഷൻ ആരംഭിച്ചത്. പ്രദേശത്തു നിന്നും നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഓപ്പറേഷനിൽ പങ്കെടുത്ത എല്ലാ ജവാന്മാരും സുരക്ഷിതരാണെന്നും സ്ഥലത്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CRPFും പോലീസും തിരച്ചിൽ നടത്തിയത്. ഓഗസ്റ്റ് 29-ന് നാരായൺപൂരിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 മാവോവാദി സ്ത്രീകൾ കൊല്ലപ്പെട്ടിരുന്നു. ദന്തോവാഡ, ബിജാപൂർ എന്നിവയുൾപ്പെടെ 7 മേഖലകൾ ഉൾപ്പെട്ടതാണ് ബസ്താർ. ഇന്നത്തെ ഏറ്റുമുട്ടലോടെ സംസ്ഥാനത്ത് ഈ വർഷം കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ എണ്ണം 154ആയി. പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. സംവിധായകൻ അല്ലാത്തയാൾ തലപ്പത്ത് ഇതാദ്യം. ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല നടൻ പ്രേംകുമാറിന്. നിലവിൽ അക്കാദമി വൈസ് ചെയർമാനാണ്. രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലാണ് പ്രേംകുമാറിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത്. മുതിർന്ന സംവിധായകൻ ഷാജി N കരുണിന്റെ പേര് അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. എന്നാൽ ബീന പോളിനെ ചെയർപേഴ്സൺ ആക്കണമെന്ന ആവശ്യം WCC ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രേംകുമാറിന് അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകി സർക്കാർ പ്രശ്നപരിഹാരം കാണുന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണം, സിനിമാ കോൺക്ലേവ്, IFFK ഉൾപ്പെടെയുള്ള ദൗത്യങ്ങളാണ് പ്രേംകുമാറിന് മുന്നിലുള്ളത്. ഇതാദ്യമായാണ് അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് സംവിധായകനല്ലാത്ത ഒരാൾ വരുന്നത്. നടിക്ക് അഭിനയിപ്പിക്കാത്തതിൽ നീരസമുണ്ടെന്ന് രഞ്ജിത്ത്. ഞാൻ നിരപരാധി, രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നു. ബംഗാളി നടിയുടെ പരാതിയിലെടുത്ത കേസിൽ മുൻകൂർ ജാമ്യം തേടി സംവിധായകൻ രഞ്ജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചു.
താൻ നിരപരാധിയാണെന്ന് ഹർജിയിൽ രഞ്ജിത്ത് വ്യക്തമാക്കുന്നു. കേസിൽ തന്നെ ഉൾപ്പെടുത്തിയത് ഗൂഢലക്ഷ്യത്തോടെയാണെന്നും സംഭവം നടന്നെന്ന് പറയുന്ന സമയം കഴിഞ്ഞ 15 വർഷത്തിനു ശേഷമാണ് പരാതി നൽകിയിട്ടുള്ളതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കുവാൻ വിളിച്ചു വരുത്തിയ ശേഷം സിനിമാ ചർച്ചയ്ക്കിടെ രഞ്ജിത്ത് ലൈംഗിക ഉദ്ദേശത്തോടെ തന്റെ ശരീരത്തിൽ സ്പർശിച്ചുവെന്നായിരുന്നു നടിയുടെ ആരോപണം. തുടർന്ന് അവർ രഞ്ജിത്തിനെതിരെ പരാതി നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് രഞ്ജിത്ത് മുൻകൂർ ജാമ്യം നേടി ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതിക്കാരിയെ സിനിമയിൽ അഭിനയിക്കുവാൻ തിരഞ്ഞെടുക്കാത്തതിലുള്ള നീരസവും നിരാശയുമാണ് പരാതിക്ക് കാരണം. തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് നീക്കുവാനുള്ള ചില നിക്ഷിപ്ത താൽപര്യങ്ങൾ അത് ആളിക്കത്തിച്ചു. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഭൂരിഭാഗം സ്ഥലവും ഓഫീസ് കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ്. ബംഗാളി നടി അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന മുഴുവൻ സമയത്തും അസോസിയേറ്റ് ഡയറക്ടർമാരായ ശങ്കർ രാമകൃഷ്ണൻ, ഗിരീഷ് ദാമോദരൻ, നിർമ്മാതാവ് സുബൈർ, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയവരും ഫ്ളാറ്റിലുണ്ടായിരുന്നുവെന്നും രഞ്ജിത്ത് പറയുന്നു. ഇനി കായിക വാർത്തകൾ. അഭിഷേകിന് അർദ്ധ സെഞ്ചുറി, കാലിക്കറ്റിനെ തകർത്ത് ഏരീസ് കൊല്ലം സെയിലേഴ്സ് വിജയം കുറിച്ചിരിക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് വിജയത്തുടക്കം. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനെതിരെ 8 വിക്കറ്റിന്റെ വിജയമാണ് കൊല്ലം നേടിയത്. 105 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊല്ലം 16.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയ റൺസ് കുറിച്ചു. കൊല്ലത്തിനായി അഭിഷേക് നായർ അർദ്ധ സെഞ്ചുറി നേടി. ടോസ് ജയിച്ച കൊല്ലം ക്യാപ്റ്റൻ സച്ചിൻ ബേബി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെ ബാറ്റിംഗിന് വിടുകയായിരുന്നു. സ്കോർ കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ കാലിക്കറ്റ് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 104 റൺസാണ്. ഓപ്പണർ അരുൺ കെ എ ആണ് കാലിക്കറ്റിന്റെ ടോപ്പ് സ്കോറർ. 37 പന്തുകൾ നേരിട്ട അരുൺ 38 റൺസ് എടുത്ത് പുറത്തായി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 110.27 ഇന്ത്യൻ രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.